ഈ സ്വഭാവമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ നോമ്പ് നോൽക്കണ്ട, സദക്ക ചെയ്യണ്ട, ഖുർആൻ ഓതണ്ട. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. പറഞ്ഞു വരുന്നത് കുടുംബബന്ധം മുറിച്ച ആളുകളെ പറ്റിയാണ്. കുടുംബബന്ധം മുറിച്ച ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പരസ്പരം വെറുപ്പും പോരും വിദ്വേഷമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണോ? കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്ന ആളുകളാണോ? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയൂല. കുടുംബബന്ധം മുറിച്ച ഒരാളുള്ള സദസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, വലിയ ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, പക്ഷേ കുടുംബബന്ധം മുറിച്ച ഒരൊറ്റ ഒരുത്തനുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കൂല. ആ കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് തന്നെ അല്ലാഹു തആല ഉത്തരം നൽകുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ പരസ്പരം കുടുംബം തെറ്റിച്ചവർ പൊരുത്തപ്പെട്ട് തരണേ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത് കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. ചെന്നിട്ട് ഞാൻ ഇന്നാലിന്ന തെറ്റ് ഇന്നാലിന്ന സമയത്ത് ചെയ്തു പോയിട്ടുണ്ട്, ഇന്ന് പരസ്പരം അവർ രക്ഷപ്പെട്ടു പോകുമെന്നുള്ള ഒരു പേടിയുടെ പേരിൽ പോരൻ സ്വഭാവമായിട്ട് സിഹറടക്കം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. ഇത്രയും വലിയ വൻപാപം ചെയ്തിട്ട് ഒന്ന് പൊരുത്തപ്പെടണേ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചതുകൊണ്ട് എന്ത് കാര്യം? അവരോട് ചെന്ന് പറഞ്ഞ് അതിനി ആവർത്തിക്കാതെ ആ തെറ്റിൽ നിന്ന് ഖേദിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ തൗബ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.